ഒരു രക്ഷയില്ല. ഇത്രയും വലിയ താരനിരയിൽ മേളിൽ പോയിക്കുക സൗബിൻ, ഒരു രക്ഷയില്ല. മോണിക്ക സാങ് അടിപൊളി സാങ്, അടിപൊളി ഫൈറ്റ്. പിന്നെ ഏതൊരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല ഇന്റർവെല്ലിക്ക് മുമ്പ്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സൗബിൻ, അനിരുദ്ധിന്റെ മ്യൂസിക്, ആമിർ ഖാന്റെ എൻട്രി, കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സൗബിൻ അടിപൊളി. സൗബിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല, എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. സൗബിൻക്ക് ഏറ്റവും വലിയ ദൈവം തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാ സൗബിൻക്ക് ഇങ്ങനെ ഒരു റോൾ കിട്ടിയത്. മോണിക്ക സാങ് അടിപൊളി സാങ്, അടിപൊളി ഫൈറ്റ്. പിന്നെ ഏതൊരു വില്ലനക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവില്ല ഇന്റർവെല്ലിക്ക് മുമ്പ്. ഒരു വില്ലനക്ക് ഞാൻ കണ്ടിട്ടില്ല. ട്വിസ്റ്റ് പറയാൻ പാടില്ല, പറഞ്ഞാൽ അതിന്റെ രസം ഉണ്ടാവില്ല. ഞാൻ ഇതുവരെ കണ്ട സിനിമയിൽ ഇങ്ങനെ ഒരു വില്ലനക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടില്ല. സൗബിൻ ഇസ് ബ്ലെസ്ഡ് ആക്ച്വലി. അടിപൊളിയാ, പറയേണ്ട ആവശ്യമുണ്ടോ? നമ്പർ 1. ഇപ്പോ നമുക്ക് എത്രയോ മേഖലയുണ്ട്, എത്രയോ ഫീൽഡുണ്ട്. എല്ലാവർക്കും നമ്പർ 1 പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ. അത്ലീറ്റ് ആയാലും ശരി, ഏത് ഫീൽഡായാലും ശരി, ഒരു കാലഘട്ടം. പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല. 50 years നമ്പർ 1. നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ബഹുമാനം തോന്നും. രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറെ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മലയാളം ആർട്ടിസ്റ്റ്. അടിപൊളിയാണ്. അനിരുദ്ധ് പറയേണ്ട ആവശ്യമില്ല. അനിരുദ്ധ് രജനി സാറുടെ റിലേറ്റീവ് ആണ്. അതിനേക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധ്. ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത്. ഐ എം ദി ഗ്രേറ്റസ്റ്റ് ഫാൻ ഓഫ് രജനികാന്ത് സർ. അതെ, ഒരു മരണമാസം പറഞ്ഞ തീരില്ല, അതിനും അപ്പുറമാണ് ചെയ്തേക്കണത്. നമ്മൾ കളക്ഷൻ എത്രയാവും റെക്കോർഡായിരിക്കും, ആ ഉറപ്പാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ ചെറുതായി പോകും, അതിനും വലിയതാണത്. അതെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ, എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി പടം. പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞ് ചെറുതായി പോകും, അതിന് മേലേക്കുള്ളതാണ് പറയാൻ. ഈ ഡ്രാമ ആക്ഷൻ പടമല്ലേ, ഡ്രാമ പടം കൂടുതൽ ഈ ഇമോഷൻസിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അപ്പം മാസ് മൊമെന്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പം നമ്മള് ഇന്റർവെല്ലൊക്കെ ഭയങ്കര മാസൊക്കെ പ്രതി നോർമലായിരുന്നു. ബേസിക്കലി എനിക്ക് വളരെ നന്നായി തോന്നി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, ഗംഭീരമായിട്ട്. എന്ന് വെച്ചാൽ എല്ലാ ഫോർമലി അതിനകത്തുണ്ട്. ഒരു ജയിലർ പോലത്തെ പാക്കേജ് അല്ല, എനിക്കത് ഫീൽ ചെയ്ത് കൂടുതലൊരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു തട്ടുപൊളിപ്പൻ ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ മുഹൂർത്തങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ രജനി സാർ പടത്തിൽ പ്രതീക്ഷിക്കുന്ന കൈയടിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയത് സെക്കൻഡ് ഹാഫ് ടുവേർഡ്സ് എൻഡ് ആണ്. പക്ഷെ ആസ് ഐ സെഡ്, ലോകേഷ് സ്റ്റൈലുള്ള ഒരു സാധനങ്ങളാണ് കൂടുതൽ. ഒരു ജയിലർ സ്റ്റൈൽ അല്ല, ഈ പറഞ്ഞ പോലെ ഒരു വെസ്റ്റേൺ എലമെന്റ് സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് പടം വർക്കായി. അത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷെ ഉള്ള സ്പേസിൽ എനിക്ക് അദ്ദേഹത്തിന് യൂസ് ചെയ്ത രീതി ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കുസൃതി ഇരുന്ന ചിരിയും അദ്ദേഹത്തിന്റെ സ്വാഗും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയാണ് എനിക്ക് തോന്നുന്നത്. മ്യൂസിക് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി എനിക്ക്. പക്ഷേ ഇപ്പൊ ജയിലറിലൊക്കെയാണ് ഞാൻ കൂടുതൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്, എസ്പെഷ്യലി ഇന്റർവെൽ പച്ചിലൊക്കെ ഉള്ള സാധനം കൂടുതൽ. ഇതിലെനിക്ക് അങ്ങനെ ഒരു ഇടയ്ക്ക് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ഇമോഷൻസ് ഒക്കെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ആക്ഷൻ ഏരിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു രസമുള്ള ട്രീറ്റ്മെന്റ് ആയി തോന്നിയിട്ട്. ബട്ട് അതർവൈസ് അങ്ങനെ ഒരുപാട് എനിക്ക് ആയിട്ട് തോന്നിയില്ല. ബട്ട് ടോട്ടൽ പാക്കേജ് ഇസ് ഇൻട്രസ്റ്റിംഗ്. അയ്യോ, സൗബിന് ഗംഭീര ക്യാരക്ടറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു, ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡ്രോപ്പ് ആവും. അതിങ്ങനെ നിന്ന് പോകുന്നൊരു സാധനം. അത് കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവാനും പാടില്ല. ബട്ട് ഗംഭീര പരിപാടി. സൗബിന് നല്ലൊരു സാധനമാണ് കിട്ടിയത്. അദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. ഇൻ ടോട്ടൽ എനിക്ക് ടോട്ടാലിറ്റി ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവെ നമ്മൾ ജയിലർ പ്രതീക്ഷിച്ച് വരരുത്, ബട്ട് ഒരു ഗാങ്സ്റ്റർ ഫിലിം വിച്ച് ഇസ് എന്താ പറയുക, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്, കുറേ എലമെന്റ്സ്, ലേയേഴ്സ് ഒക്കെ ആയിട്ട് സെക്കൻഡ് ഹാഫിലാണ് അവർ പുൾ ഓഫ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ വീണ്ടും രണ്ടു തവണ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അമേസിംഗ് മൂവി ത്രൂ ഔട്ട്. BGM സെക്കൻഡ് ഹാഫ് അടിപൊളി. എല്ലാവരും അവരുടെ പാട്ട് ഇമ്മൻസ്ലി ബെസ്റ്റ് ആയിട്ട്. ആമിർ ഖാന്റെ ലാസ്റ്റ് ക്യാമിയോ റോളും എല്ലാം സൂപ്പർ. ഓൾ ത്രൂ ഔട്ട് പെർഫെക്റ്റ്. ഒന്നിലും ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഉണ്ടെന്നല്ല, സെക്കൻഡ് ഹാഫ് ഒക്കെ ത്രൂ ഔട്ട്. രജനീകാന്തിന്റെ എൻട്രി പോലെ ത്രൂ ഔട്ട് എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. സൗബിൻ ഞെട്ടിച്ച് ത്രൂ ഔട്ട്. അടിപൊളി ഡാൻസ്,
നല്ല ഡയലോഗ് ഡെലിവറി എല്ലാം അടിപൊളിയായിരുന്നു സൗബിൻ. ആ പൂരപ്പുറം മാത്രമല്ല മലയാളികൾക്ക് അഭിമാനമായി തന്നെ സൗബിന്റെ എല്ലാ പ്രോബ്ലംസും ഇതോടെ മാറുന്നുള്ള പ്രതീക്ഷയിലാണ്. രാവിലെ എണീക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ പടം കണ്ടപ്പോ അത് പോയി. BGM-ന്റെ കളിയായിരുന്നു അനിരുദ്ധന്റെ. ഓരോരുത്തർക്കും വേണ്ടിയിട്ടില്ല, ലോകേഷ് കനകരാജിന്റെ ഒരു സാധനമാണല്ലോ, ഓരോ ആക്ടേഴ്സ്ക്കും ഒരു BGM ഇടാണല്ലോ. അത് ഇതിൽ ഭയങ്കരമായിട്ട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നാഗാർജുനക്കും ഉപേന്ദ്രയ്ക്കും ഒക്കെ ഇറ്റ് വാസ് ലൈക്ക് വാവ്. തലവരനേക്കാളും ബാക്കിയുള്ള സ്റ്റാർസ്, ഇൻഡസ്ട്രി സ്റ്റാർസിന്റെ ഒക്കെ വിലയാട്ടമായിരുന്നു. സൗബിൻ അടിപൊളി. സൗബിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, കുറെ നേരത്തേക്കുണ്ട്. ലോകേഷ് പടം എന്ന് പറയും. നാഗാർജുൻ ഉണ്ട്. നാഗാർജുൻ നമുക്കൊരു പ്രിയപ്പെട്ട ഒരു താരമാണ്. നാഗാർജുൻ ഉണ്ട്, അതുപോലെ തന്നെ സത്യരാജ്, ആമിർ ഖാൻ. അങ്ങനെ എന്താ പറയാ, നമുക്ക് ഇന്ത്യൻ സിനിമയിലെ വളരെ പ്രഗത്ഭരായ ആൾക്കാർ സമ്മേളിക്കുന്ന ഒരു സിനിമയിൽ തന്നെ ഇതിനെ പറയാൻ പറ്റും. പിന്നെ കുറച്ച് വയലൻസ് ആണ്, ടോട്ടലി വയലൻസ് ആണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് സൗബിന്റെ ഒരു സാന്നിധ്യമാണ്. സൗബിൻ വളരെ അതായത് ചിത്രത്തിൽ തുടക്കം മുതൽ അവസാനം വരെ സൗബിൻ ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഒരു വില്ലൻ വേഷത്തിലേക്ക് തന്നെ സൗബിൻ എത്തുകയാണ്. അങ്ങനെയാണ് സൗബിനെ നമുക്ക് കാണാൻ കഴിയുക. സൗബിന്റെ മനോഹരമായ ഡാൻസ് ഉണ്ട്, അത് പ്രത്യേകതയാണ്. ആക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ രജനീകാന്ത് തന്നെ ആക്ഷനും ഉണ്ട്, ഡാൻസും ഉണ്ട്. രജനീകാന്ത് സിനിമയുടെ ഒരു മിക്സ് കൃത്യമായി ഇതിൽ സമ്മേളിച്ചിട്ടുണ്ട്. ലോകേഷിന്റെ ഒരു തിരക്ക് എന്താ പറയുക, ഡയറക്ഷൻ, ക്യാമറ വരുന്നു. എന്തായാലും സിനിമാറ്റോഗ്രാഫി ഒക്കെ വളരെ മനോഹരമാണ്. ഒരു ത്രെഡ് വെച്ചിട്ടാണ് പോകുന്നത്. കുറച്ച് ഫ്ലാഷ് ബാക്ക് കഥകൾ പറഞ്ഞ് അതിന്റെ ഒരു പകവീട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ കൂലി എന്ന് പറയുന്ന ഒരു സിനിമ പറയുന്നത് പോലെ, പേര് പോലെ എന്താ പറയാ, ഒരു രജനീകാന്ത് ചിത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ, എപ്പോഴും സാധാരണ ജനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പം കൂലിപ്പണി യാത്രത്തിൽ വർക്ക് ചെയ്യുന്നവരെ പിന്തുണച്ചുകൊണ്ടുള്ള, അവർക്ക് വേണ്ടി പോരാടുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രീതിയിലൊക്കെയുള്ളൊരു നല്ലൊരു ക്യാരക്ടറാണ്. ഇത് കഴിഞ്ഞിട്ട് നല്ല മൂവി ഇഷ്ടപ്പെട്ടു. മാസാണ്. കുറെ വെട്ടുകുത്ത് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു രജനീകാന്തിന്റെ പടം കണ്ടതിന്റെ ഒരു സന്തോഷമുണ്ട്. തലൈവർക്ക് ഇപ്പോഴും പ്രായമാവുന്നില്ല, തലൈവർ തന്നെ. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ സൗബിൻ, അനിരുദ്ധിന്റെ മ്യൂസിക്, ആമിർ ഖാന്റെ എൻട്രി, കൈൻഡ് ഓഫ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സോ എല്ലാം ഉണ്ട്. ഇമോഷന്, ഫാമിലി ഇമോഷൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, സ്റ്റൈലുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഞാനിപ്പോ കുറെ നാൾക്ക് ശേഷം ഒരു ഫുൾ എന്റർടൈൻമെന്റ് ഒരു മൂവി കണ്ട പോലെ ഉണ്ട്. പിന്നെ വയലൻസ് ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് എത്രത്തോളം എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ പടം ഇന്റർവെല് ഓക്കെ ഒരു രക്ഷയില് ഓക്കെ മാസ്. ഇന്റർവെല് കഴിഞ്ഞ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രജനി മാസ്. ലോകേഷ് കനകരാജൻ ഒരു രക്ഷയില്ല. അത് വെച്ച് രജനി ഇതുവരെയും കാണാത്ത രജനിയാണ് നമ്മളിത് കണ്ടത്. അതൊക്കെ ആമിർ ഖാൻ ഒരു 15 വെച്ച്. സൗബിൻ മലയാള സിനിമയിൽ നമ്മൾ അഭിമാനമാണ്. ഒരു രക്ഷയില്ല. ഇത്രയും വലിയ താരനിരയിൽ മേളിൽ പോയിക്കുക സൗബിൻ. ഒരു രക്ഷയില്ല. ആ പടത്തില് സൗബിൻ പക്ക ഫാൻ. ഒരു രക്ഷയില്ല. മാസ് സീനാണ് ഇത്. പിന്നെ രജനിയൊക്കെ ലോകേഷ് കനകരാജ് അതും നമ്മൾ ഇതുവരെ കണ്ട ജയിലർ വെച്ച് നോക്കല്ലേ, അതൊക്കെ മേളിലാണ് ചെയ്തു വെച്ചത്. വേറെ ടൈപ്പിലാണ് പേട്ട സിനിമ, അതൊക്കെ മോളി ആ ഒരു ടൈപ്പ് വേറെ മേളി. ഇന്റർവ്യൂല് കഴിഞ്ഞ് ഒരു രക്ഷയില്ലടോ. സൂപ്പർ സീനാ, മൊത്തം സീൻ.